ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഫ്ലേവേഴ്സ് ഓഫ് എപ്രൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഷേരി ഫിഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നാടൻ മസാലയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് വീട്ടിൽ ഗ്രില്ല് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നാടൻ മസാലയൊക്കെ ഇട്ടിട്ട് ഗ്രില്ല് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നാടൻ മസാലയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാൻ ഏതായാലും കുഴപ്പമില്ല, ഒരു ഉരുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കണേ. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്ത് വെച്ചാണ് ഫൈനായിട്ട്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് കാശ്മീരി റെഡ് ചില്ലിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതിലോട്ട് ഒരു ലെമണിൻ്റെ ജ്യൂസ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഒരല്പം കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഞാനിവിടെ ഒരല്പം കായത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ മീനിനൊക്കെ മസാല ഇടുന്ന സമയത്ത് ഇതേപോലെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് എല്ലാവരുടെയും ഫിഷിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ലൂസാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് കൂടരുത്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ച ഫിഷ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫിഷിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി 1 മണിക്കൂർ നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. ഞാനിവിടെ ഒരു തവയിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഏതാണ് തവ, ആ തവയിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അല്പം വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഫ്രൈ ചെയ്യണത്. അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ കുറവ് കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഫിഷ് അതിലോട്ട് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് അല്പം കറിവേപ്പില, 1-2 വെളുത്തുള്ളി ഒന്ന് ചതച്ചൊക്കെ നമ്മൾ പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് 2 സൈഡും ഒരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ഞാൻ ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ലെമൺ വെഡ്ജും അതേപോലെ ഓണിയൻ റിങ്ങും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്ലേറ്റ് ഗാർണിഷൊക്കെ ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഷെയറി ഫിഷിൻ്റെ വേണമെന്നില്ല, നമുക്ക് ഏത് ഫിഷ് ആണെങ്കിലും ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.